പ്രിയ സുഹൃത്തുക്കളെ, വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. ചെറിയ പരിമിതികളുണ്ടെങ്കിൽ പോലും ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഞാൻ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഓയിൽ ഫ്രീ കുക്കിങ്ങിൻ്റെ പരീക്ഷണങ്ങളിലായിരുന്നു. നിരവധി കറികൾ ഓയിൽ ഫ്രീ കുക്കിങ്ങിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇന്ന് ഞാൻ ആദ്യമായിട്ട് ചെയ്ത ഒരു ഓയിൽ ഫ്രീ ബിരിയാണിയാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ബിരിയാണി പ്രമേഹം, ഫാറ്റി ലിവർ, കൊളസ്ട്രോൾ, ഒബേസിറ്റി പോലുള്ള ആളിനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അറ്റാക്കും സ്ട്രോക്കും വന്ന ആളിനെ സംബന്ധിച്ച് വലിയ പ്രയാസകരമായ അല്ലെങ്കിൽ കഴിക്കാൻ പ്രയാസമുള്ള ഒരു ആഹാരമാണ്. ബിരിയാണി വളരെ ടേസ്റ്റിയാണ്. ടേസ്റ്റ് വരാൻ കാരണം അത് ഒരേ സമയം കാർബോയും ഫാറ്റും ഉള്ളതുകൊണ്ടാണ്. കാർബോയും ഫാറ്റും ചേർന്ന ആഹാരമാണ് ഏറ്റവും ടേസ്റ്റി ആയത്. അത് ഹൈ ഫാറ്റാണ്, ഹൈ കാർബോയാണ്. സ്വാഭാവികമായിട്ടും ടേസ്റ്റ് കൂടും. എന്നുവെച്ചാൽ മാംസവും എണ്ണയും ഓയിലും ഒക്കെ ചേരുമ്പോൾ ടേസ്റ്റ് കൂടും. അതുകൊണ്ട് പക്ഷേ അത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അനുഭവപ്പെടുന്ന ഒരു പ്രശ്നമാണ് ക്ഷീണം അല്ലെങ്കിൽ ഉറക്കം വരെ തൂങ്ങുക. എന്നാൽ ഉറക്കം തൂങ്ങാത്ത, സ്റ്റോറിലേജിലേക്ക് മാറ്റാത്ത ഒരു ബിരിയാണി, ഒരു ഓയിൽ ഫ്രീ കുക്കിംഗ് എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളതാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് ചെയ്യാൻ കാരണം പ്രമേഹ രോഗം അല്ലെങ്കിൽ അറ്റാക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ പഠനങ്ങളുടെയും പരീക്ഷണങ്ങളുടെയും ഭാഗമായിട്ടാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ചുരുങ്ങിയ വാക്കുകളിൽ വീഡിയോ ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം നിങ്ങളല്ലാതെ നമുക്ക് വേറെ സപ്പോർട്ട് ചെയ്യാനൊന്നുമില്ല. ഓക്കെ, അപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത് 1 കിലോ ചിക്കൻ, 1 കിലോ ഇന്ത്യ ഗേറ്റ് റൈസ്. ഇന്ത്യ ഗേറ്റ് റൈസ് വാങ്ങിച്ച് അത് കഴുകി വെള്ളത്തിലിട്ട് കഴുകി കുതിർത്ത ശേഷം അതൊരു ചെരുവത്തിലിട്ട് കലത്തിലിട്ട് വേവിക്കുമ്പോൾ നമ്മൾ അതിൽ ഗ്രാമ്പു, കറുകപ്പട്ട, അതുപോലെ കറുകപ്പട്ടയുടെ ഇല ഒരു 4-5 ഏലക്കായ ഇട്ടു. അതിനുശേഷം തിളച്ച് വരുന്ന സമയത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് അത് വേവിച്ച് അത് പാകത്തിന് കോരി വെച്ചു. ഇറച്ചി 1 കിലോ ഇറച്ചി വൃത്തിയാക്കി കഴുകി അത് മറ്റൊരു കുക്കറിലേക്ക് മാറ്റി. കുക്കറിലേക്ക് കാര്യമായിട്ട് വെള്ളം ചേർത്തിട്ടില്ല. അതിലൊരു 2 ഇഞ്ച് നീളത്തിന് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 15-20 അല്ലി വെള്ളുള്ളിയും അരച്ചു. ദെൻ അതിലേക്ക് നമ്മളൊരു 4 സവാള, ഒരു 4 തക്കാളി എന്നിവ അരിഞ്ഞ് അത് ഒരു ഓയിൽ ചേർക്കാതെ ഒരു ഓയിൽ ഫ്രീ കുക്കറിൽ, ഒരു ഓയിൽ ഫ്രീ പാത്രത്തിൽ ശരിക്ക് ചൂടാക്കി അതിലേക്ക് ചൂടാക്കിയ ശേഷം അതിലേക്ക് നമ്മൾ ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, അതേപോലെ തന്നെ ഒരു മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ഗരം മസാല ഒരു 1.5 ടീസ്പൂൺ, ഒരു ടീസ്പൂൺ, ദെൻ പെരുംജീരകം 1 ടീസ്പൂൺ, ഇവയൊക്കെ ചേർത്ത് അത് ശരിക്ക് നമ്മളൊന്ന് പാകപ്പെടുത്തിയെടുത്ത ശേഷം അതിൽ പകുതി സവാളയും മറ്റു കാര്യങ്ങളും എല്ലാം ചേർത്ത കോമ്പിനേഷൻ നമ്മൾ മാംസത്തിലേക്ക് മാറ്റിയ ശേഷം മാംസം വേവിക്കാൻ വെച്ചു. ഒരു ഗ്ലാസ്, ചെറിയ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം, ഒരു 100 മില്ലി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിൽ. അതിനുശേഷം അത് വേവിക്കാൻ വെച്ചു. സമാനമായിട്ട് നമ്മൾ വരട്ടിയെടുത്ത വെജിറ്റബിൾസ് അല്ലെങ്കിൽ സവാള പോലുള്ള ബാക്കിയുള്ള സാധനങ്ങളിലേക്ക് നമ്മൾ ഒരു 500 മില്ലി സ്ലിം തൈര്, എന്ന് വെച്ചാൽ കൊഴുപ്പ് കുറഞ്ഞ പാല് തൈരാക്കി മാറ്റിയത് ചേർത്ത് ശരിക്ക് നടച്ച് ചൂടാക്കിയെടുത്ത് പാകപ്പെടുത്തി അപ്പോഴത്തേക്കും ചോറ് വെന്തു വന്നു, ചോറായി. ഇറച്ചി വെന്തു. ഇറച്ചിയിലേക്ക് നമ്മൾ കുക്കറിലേക്ക് നമ്മൾ തുറന്നിട്ട് അതിൽ റൈസ് ലെയറായിട്ട് 2-3 ലെയറായിട്ട് ഇടാൻ തീരുമാനിച്ചു. അങ്ങനെ ഇടുന്നതിനിടയ്ക്ക് ഓരോ ലെയറിനിടയ്ക്ക് നമ്മൾ തയ്യാറാക്കിയ ബാക്കിയുള്ള മസാലക്കൂട്ട്, സവാള പോലുള്ള സാധനങ്ങൾ, ബാക്കിയുള്ള ഒരു തൈര് ചേർത്തൊരു മസാലക്കൂട്ടുണ്ട്. ആ മസാലക്കൂട്ട് അതിലേക്ക് ലെയറായിട്ട് ഫില്ല് ചെയ്തു. അങ്ങനെ 3 ലെയർ ഫില്ല് ചെയ്തു. നമ്മൾ പുതിനയുടെയും പിന്നെ മല്ലിയിലയുടെയും ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു 8 ടീസ്പൂൺ കൊറിയാൻഡർ പൗഡർ, മല്ലി പൊടി ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത സാധനമാണ് നമ്മൾ ഉണ്ടാക്കിയത്. അങ്ങനെ അത് നമ്മൾ ലെയറാക്കിയിട്ട ശേഷം അത് വീണ്ടും അടച്ചു വെച്ച് ആവി വന്ന ശേഷം വിസിൽ വരാൻ നിന്നില്ല. വന്ന ശേഷം നമ്മളത് ഓഫ് ചെയ്തു. ഇതിൻ്റെ പ്രത്യേകത, ഇത്
കഴിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഓവറായിട്ട് കൂടുതൽ കഴിക്കരുത്, ഓവറായിട്ട് ഫാറ്റി ആവില്ല. ഏതൊരാൾ കഴിച്ചാലും, പ്രത്യേകിച്ചും ട്രൈഗ്ലിസറിഡ് കൂടിയ ഒരാൾ കഴിച്ചാലും അമിതമായിട്ട് നമുക്ക് ക്ഷീണം തോന്നില്ല. കാരണം ഇതിൽ ഓവറായിട്ട് ഫാറ്റില്ല. ഫാറ്റും കാർബോയും ഒരുമിച്ച് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമാണ് ജീവിതശൈലിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അത് നമ്മുടെ ഹൈപ്പർ ഇൻസുലിമിയ ഉണ്ടാക്കും, നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കും, നമ്മുടെ റാൻഡിൽ സൈക്കിൾ എന്ന് പറയുന്ന ഒരവസ്ഥ. അതായത് ശരീരം ഏത് എനർജി സോഴ്സ് എനർജിക്ക് ഉപയോഗിക്കണം, ഫാറ്റ് വേണോ കാർബോ വേണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത് ശരീരത്തിൻ്റെ ഒരു റാൻഡിൽ സൈക്കിൾ എന്ന് പറയുന്നൊരു സൈക്കിൾ അനുസരിച്ചാണ്. അത് തെറ്റുമ്പോഴാണ് ജീവിതശല്യം ഉണ്ടാകുന്നത്. അത് തെറ്റാതിരിക്കുവാൻ, അതിന് റിവേഴ്സ് ചെയ്യുവാനൊക്കെ സഹായിക്കുന്നതാണ് നിങ്ങൾക്ക് ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഈ ബിരിയാണി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഹൈ ഫാറ്റ് ഡയറ്റ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലോ ഫാറ്റ് ഡയറ്റ് ഉപയോഗിക്കാം. ഒരിക്കലും ഹൈ കാർബോ ഡയറ്റ് ഉപയോഗിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇനിയും പ്രതീക്ഷിക്കാം. നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ ഈ വീഡിയോ പൂർണ്ണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ലൈവായിട്ട് തന്നെ ഇത് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. ഇപ്പോൾ ഞാൻ കൽക്കത്തയിലെ ഒരു ഫ്ലാറ്റിലാണ്. അതിൻ്റെ പരിമിതി കൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതിൽ ചെറിയ പരിമിതികളുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.